Welcome to RK's Stories. ബിസിനസ്മാൻ ഭാഗം 21. എസ് ഐ രാംദാസ് ചെറുപ്പക്കാരനായിരുന്നു. വക്കീലിന് നേരത്തെ പരിചയമുള്ളതുപോലെ കണ്ടപ്പോൾ തന്നെ ആളുടെ മുഖത്തൊരു ചെരി തെളിഞ്ഞിട്ടുണ്ട്. വരണം വക്കീൽ സാറേ, ഡോക്ടർ പറഞ്ഞിരുന്നു സാർ എത്തുമെന്ന്. എഴുന്നേറ്റ് ഷെയ്ഖ് ഹാൻഡിനായി കൈ നീട്ടിയതിനൊപ്പം എസ് ഐ പറഞ്ഞത് കേട്ട് ചിരിച്ച് തലയാട്ടിക്കൊണ്ട വക്കീലും കൈ നീട്ടിയത്. വരാതെ പറ്റില്ലല്ലോ, നിങ്ങളിങ്ങനെ ഓരോ കുരുക്കുകളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോ അതഴിക്കാൻ ഞങ്ങളൊക്കെ തന്നെ വരണ്ടേ? എന്തിനാ സാറേ നമ്മുടെ നെഞ്ചത്തേക്ക് കയറുന്നേ? ഇത് നമ്മുടെ ശങ്കർ സാറിന് പ്രത്യേക താല്പര്യമുള്ള കേസാ. അതും പറഞ്ഞ് എസ് ഐ നോക്കിയത് എന്റെ നേരെയാ. ഇതാരാ? ഇത് ഡോക്ടർ ആര്യദേവിന്റെ വൈഫാ, ആത്മിക. വക്കീൽ പരിചയപ്പെടുത്തി. ഹലോ മാഡം. ഹലോ. ചിരിച്ചെന്ന് വരുത്തിയിട്ട് വീണ്ടും വക്കീലിനെ നോക്കി. എത്രയും പെട്ടെന്ന് ഡോക്ടറെ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകണം എന്നത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. തന്റെ സാറിന് താല്പര്യമുള്ള കേസാണെന്ന് മനസ്സിലായി. ആ താല്പര്യത്തിനുള്ള പണി ഞാൻ കൊടുത്തോളാം. എന്തേ, എങ്ങോട്ട് പോയി തന്റെ സാറ്? വക്കീൽ പരിഹാസ രൂപേണ ചോദിച്ചു. മനഃപൂർവ്വം മാറി നിൽക്കുന്നതാ സാറേ. ഇന്ന് വൈകുന്നേരമായാൽ പിന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് നേരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പ്ലാനാ പുള്ളിക്കാരന്റെ. മുന്നോട്ടൊന്നാഞ്ഞ് മേശയിൽ കൈകൾ കുത്തി ശബ്ദമൽപ്പം താഴ്ത്തിയ ആ ചോദ്യത്തിനുള്ള മറുപടി എസ് ഐ നൽകിയത്. നടന്നത് തന്നെ. ആ ചെക്കൻ്റെ അച്ഛൻ മനഃപൂർവ്വം കൊടുത്ത പരാതിയാ രാംദാസേ. പിന്നിൽ കളിച്ചേക്കുന്നത് ആ റേഡിയന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ MD ചെറുകുന്നിൽ ഡോക്ടർ വിൻസെന്റ് ഫിലിപ്പും. ഓഹോ, അപ്പോ അതാണല്ലേ സംഭവം. പക്ഷെ പരാതി കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് പ്രശ്നമാണല്ലോ സാറേ. അടുത്ത 2 ദിവസമാണ് കോടതി അവധിയും. ആ പരാതിയൊക്കെ ഇപ്പൊ തന്നെ അങ്ങ് പിൻവലിക്കൂടൂ. നിങ്ങളുടെ DGP ശിവജിത് സാറാ ഇടപെട്ടേക്കുന്നേ. ആ ഡോക്ടർ വിൻസെന്റിന്റെ മോൻ പരാതി തന്ന ആളെ കാണാൻ പോയിട്ടുണ്ട്. കൂടെ വൈപ്പിലെ DYSP ഉണ്ട്. ആണോ? എങ്കിൽ പിന്നെ എന്തു നോക്കാൻ? ആ പരാതി തന്ന ആളെയും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുവാന്നേ വളരെ നല്ലത്. യെസ്, അത് തന്നെയാ ചെയ്യാൻ പോകുന്നതും. സംസാരത്തിനിടയിൽ ആരോ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നതും എസ് ഐ രാംദാസ് ചാടി എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യുന്നതും കണ്ടതോടെ തിരിഞ്ഞു നോക്കി. ഉയർന്ന റാങ്കിലുള്ള ഏതോ പോലീസ് ഉദ്യോഗസ്ഥനാ കയറി വന്നത്. വന്നയാൾക്കും വക്കീലിനെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. ആ മുഖത്തെ ചിരി അതാ സൂചിപ്പിച്ചത്. അയാളെ കണ്ട വക്കീലും എഴുന്നേറ്റ് അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. എവിടെ പോയടോ തന്റെ സാറ്? വന്നയാളുടെ ചോദ്യം രാംദാസിനോടാ. DYSP ശരത്താണിത്. എന്റെ മുഖഭാവം കണ്ട് ആളെ മനസ്സിലായിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ വക്കീൽ പറഞ്ഞു തന്നു. സർ, പുള്ളി ഏതോ കേസിന്റെ ആവശ്യത്തിന് പുറത്തേക്ക് പോയേക്കുവാ. എസ് ഐ കൈ ഒഴിയുകയാണെന്ന് മനസ്സിലായി. ഇങ്ങനെ പോയാ അയാളുടെ കേസ് അന്വേഷണം ഉടനെ അവസാനിപ്പിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? മാനം മര്യാദക്ക് ജീവിക്കുന്നവരുടെ മേലെ വെറുതെ കേസ് ഉണ്ടാക്കുന്നു. സാറ്, അത് തല ചൊറിയും പോലെ എസ് ഐ DYSP ശരത്തിന് മുന്നിൽ നിന്നും പരിങ്ങി. മനസ്സിലായി. അയാൾ പറഞ്ഞാൽ തനിക്ക് അനുസരിക്കാനല്ലേ പറ്റുമല്ലേ? എന്തായാലും ഈ ഒരു കാര്യത്തിൽ താൻ അയാൾക്കൊപ്പം നിൽക്കണ്ട. ഇല്ലേ പണി തനിക്കും കിട്ടും. ശിവജിത് സാറ് നേരിട്ട് വിളിച്ച് പറഞ്ഞേക്കുവാ. പരാതി തന്ന ആ പയ്യന്റെ അച്ഛനെയും കൂട്ടി പൈപ്പിൽ നിന്നും അവിടുത്തെ സ്റ്റേഷൻ SI ഉടനെ ഇവിടെ എത്തും. ഡോക്ടറുടെ കേസിന് FIR ഇട്ടോ? എഴുതി പോയല്ലോ സാറേ. ഈടോ ഡോക്ടർ ആര്യദേവ് പ്രശസ്തനായ ഒരു ഡോക്ടറാണെന്ന് തനിക്കറിയില്ലേ? അങ്ങേർക്കെതിരെ ഒരു FIR എഴുതും മുന്നേ എന്നെ കൂടി ഒന്ന് അറിയിക്കാറുന്നല്ലോ. നിങ്ങളൊക്കെ കൂടി ചെയ്യുന്ന കാര്യത്തിന് പഴി കേൾക്കേണ്ടി വരുന്നത് ഞാനും. ദേഷ്യത്തോടെ ആ DYSP മുന്നിലെ മേശയിൽ ഒന്നടിച്ചു. എന്നിട്ട് തിരിഞ്ഞ് വക്കീലിനെ നോക്കി ചോദിച്ചു. ഇനിയിപ്പോ എന്തോ ചെയ്യും വക്കീലെ? എന്തായാലും ആ പയ്യന്റെ അച്ഛൻ വരട്ടെ. അയാളിൽ നിന്നൊരു സത്യവാങ്മൂലം എഴുതി വാങ്ങിയാൽ മതി. എന്നിട്ട് അയാളെയും കൂട്ടി നമുക്ക് നേരെ മജിസ്ട്രേറ്റിനെ കാണാൻ പോവാം. ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നറിയുമ്പോൾ അദ്ദേഹം ജാമ്യം അനുവദിക്കും. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ കേസ് നമുക്ക് റദ്ദാക്കുകയും ചെയ്യാം. ഓക്കെ, എങ്കിൽ പിന്നെ അങ്ങനെയാകാം. സാറേ, എസ് ഐ വിളിച്ചത് കേട്ട് DYSP ശരത് തിരിഞ്ഞ് വീണ്ടും അയാളെ നോക്കി. ശങ്കർ സാറ് ഇപ്പോഴൊന്നും വരില്ല കേട്ടോ. മനസ്സിലായി. അതോർത്ത് താൻ വരിടാവണ്ട, ഞാൻ വരാൻ കൂടെ. താൻ പോയി ആ ഡോക്ടറെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. DYSP പറഞ്ഞത് കേട്ട് എസ് ഐ പുറത്തേക്ക് ചെന്ന് ഡോക്ടറെയും കൂട്ടിക്കൊണ്ടു വന്നു. ഡോക്ടർ അകത്തേക്ക് വന്നതും DYSP ശരത് ആളുടെ കൈയെടുത്ത് കയ്യിൽ പിടിച്ചു. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ഡോക്ടർ. എന്ത് ചെയ്യാം,
പോലീസിന് ചീത്തപ്പേരുണ്ടാക്കാൻ ചിലവന്മാർ ഇങ്ങനെയും ഉണ്ട്. ഇറ്റ്സ് ഓക്കെ സാർ, നോ പ്രോബ്ലം. പക്ഷെ നാളെ എന്റെ അമ്മാവന്റെ മകന്റെയും ഇവരുടെ അനിയത്തിയുടെയും വിവാഹ നിശ്ചയമാണ് പാലക്കാട് വെച്ച്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഡോണ്ട് വറി, ആ പയ്യന്റെ ഫാദർ ഇങ്ങോട്ട് എത്തിയാൽ പിന്നെ താമസം ഉണ്ടാകില്ല. മജിസ്ട്രേറ്റിന്റെ അടുത്തും വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടാകില്ലല്ലോ, അല്ലേ വക്കീലേ? നത്തിങ്, കൂടി വന്ന ഒരു അരമണിക്കൂർ. ഓക്കെ, എങ്കിൽ നിങ്ങൾ ഇരിക്കെ, ഞാൻ അപ്പുറത്തെ മുറിയിലുണ്ടാവും. ഞങ്ങളോട് പറഞ്ഞിട്ട് ഡിവൈഎസ്പി രാംദാസിനെ നോക്കി. വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അവര് രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയതും വക്കീൽ ഇരിക്കുന്നത് ഓർക്കാതെ ഞാൻ ഡോക്ടറുടെ 2 കവിളുകളും സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് കിള്ളിപ്പറിച്ചു. കവിളിൽ നിന്നും കൈകൾ വിടുവിച്ച ഡോക്ടർ വിരലുകളിൽ കോർത്തു പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു. ഓ എന്റെ ഡോക്ടറെ, ഇപ്പോഴാ ഒരു സമാധാനമായേ. ഞാൻ അനുഭവിച്ച ടെൻഷൻ. എന്തിനാ പാറൂട്ടിയെ വെറുതെ ടെൻഷൻ അടിച്ചേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. ഉവേ, ഇങ്ങോട്ട് കയറി വന്നപ്പോ ഞാൻ കണ്ടായിരുന്നു ഒരാളുടെ മുഖത്തെ ടെൻഷൻ. അത് പിന്നെ നാളെ നിശ്ചയമല്ലേ പാറൂട്ടിയെ, അതെങ്ങാനും മുടങ്ങുമെന്നായിരുന്നു എന്റെ പേടി. അവരൊക്കെ അറിഞ്ഞോ കാര്യം? ഏയ്, അങ്ങോട്ട് വിളിച്ചു പറയണ്ടെന്ന് ഗോപിയച്ചനാ പറഞ്ഞേ. അതെന്തായാലും നന്നായി. എന്നിട്ട് അവരൊക്കെ എവിടെ? സത്യത്തിൽ അപ്പോഴാ വെളിയിൽ നിൽക്കുന്ന അമ്മയെയും അനുവിനെയും ഒക്കെ കുറിച്ച് ഓർത്തത്. ഡോക്ടറെ കണ്ടതോടെ റിലേ പോയിരുന്നു. അയ്യോ, അമ്മയും അനുവും പുറത്തു നിൽപ്പുണ്ട്, അവരോട് കാര്യം പറയട്ടെ. ഡോക്ടറുടെ കൈയും വിടുവിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഡിവൈഎസ്പിയെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു നേരത്തെ കണ്ട ഷംസുവും കൂട്ടരും ഇപ്പോൾ എഴുന്നേറ്റ് മര്യാദരാമന്മാരായി നിൽപ്പുണ്ട്. പുറത്തേക്ക് ചെന്നപ്പോ അമ്മയും അനുവും കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയോടെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതോടെയാ അമ്മയുടെ മുഖത്തെ ആ ടെൻഷൻ മാറിയത്. അവിടെ ഇരുന്ന പോലീസുകാരനോട് അനുവാദം ചോദിച്ചിട്ട് അമ്മയെയും അനുവിനെയും കൂട്ടി തിരികെ എസ്ഐയുടെ മുറിയിലേക്ക് ചെന്നു. അകത്ത് കയറി ഡോക്ടറെ കണ്ടതോടെ അമ്മ കരച്ചിലായി. അമ്മ ചുമ്മാ കരഞ്ഞ് വിളിച്ച് ആ മേക്കപ്പ് മുഴുവൻ കഴുകിക്കളയല്ലേ. ഓടാ. മകന്റെ ആ ചളി കേട്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മ അങ്ങേരുടെ തോളത്ത് ഒരടി കൊടുത്തു. തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് തെളിയിക്കാൻ അനു ശ്രമിക്കുന്നുണ്ടെങ്കിലും ഏട്ടനെ പോലീസ് സ്റ്റേഷനിൽ കണ്ടതിന്റെ വിഷമത്തിൽ ഇടയ്ക്ക് വിതുമ്പിപ്പോകുന്ന ചുണ്ടുകൾ അവളുടെ സങ്കടവും വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. ഇതെന്തിനാ എല്ലാവരും ഇനി സങ്കടപ്പെടുന്നേ? 1 മണിക്കൂറിനുള്ളിൽ എല്ലാം ക്ലിയർ ആക്കിയേക്കാം, പോരെ? വക്കീൽ സാറിന്റെ ഉറപ്പ് കേട്ട് അമ്മയും അനുവും ഒന്നും പറയാതെ തലയാട്ടി. സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ പുറത്തെന്തോ ഒച്ചപ്പാടും ബഹളവും കേട്ടു. ഡിവൈഎസ്പിയുടെയും എസ്ഐ രാംദാസിന്റെയും ശബ്ദങ്ങളാ ഉയർന്നു കേൾക്കുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. ആ പയ്യന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് തോന്നുന്നു. വക്കീൽ സാർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ വാതിൽ തള്ളി തുറന്ന് ഗോപിയച്ഛൻ അകത്തേക്ക് കയറി വന്നു. എന്തായി, ആള് സമ്മതിച്ചോ? വക്കീൽ സാറിന്റെ ചോദ്യം ഉയർത്തിയ ആകാംക്ഷ എല്ലാ മുഖങ്ങളിലും തെളിഞ്ഞു. പിന്നെ സമ്മതിക്കാതെ? അവിടുത്തെ ഡിവൈഎസ്പി 2 ചാടിക്കലങ്ങ് ചാടിച്ചപ്പോ ആളെല്ലാം തത്ത പറയും പോലെ പറഞ്ഞു. ആ വിൻസെന്റ് അല്പം കാശ് വെച്ച് നീട്ടിയപ്പോ വീണു പോയതാണത്രേ. അയാളുടെ ഭാര്യയാണെ മരിച്ചുപോയി. പുള്ളിക്കാന്നെ ജോലിയുമില്ല, കഷ്ടപ്പാടുകൾ മാത്രം. അങ്ങനെയുള്ളവര് കാശ് കാണുമ്പോ വീണു പോകാതിരിക്കുമോ? എന്ത് പറയാനാ. അയാള് പറയുന്നതൊക്കെ പോലീസുകാരവിടെ എഴുതി എടുത്തുകൊണ്ടിരിക്കുക. എങ്കിൽ ഇനി ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ വേണേ കാറിൽ പോയിരുന്നോ. വക്കീൽ സാർ ഉറപ്പ് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും കൂടെ ഞങ്ങളും ഇറങ്ങി. കണ്ടാൽ ദൈന്യത തോന്നുന്ന അല്പം പ്രായമുള്ള ഒരാൾ ആ ഡിവൈഎസ്പിയുടെയും എസ്ഐയുടെയും മുന്നിൽ വിറച്ചു നിൽപ്പുണ്ട്. കാര്യം ഡോക്ടറെ കൊടുക്കാൻ ശ്രമിച്ച ആളാണേലും ആ നിൽപ്പ് കണ്ടപ്പോ സങ്കടം തോന്നി. ആളുടെ കൂടെ ആരുമില്ല. ഒരുപക്ഷെ ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ നട്ടം തിരിയുന്നതിനിടയിലായിരിക്കും ഡോക്ടർ വിൻസെന്റ് കാശുമായി അയാളെ സമീപിച്ചത്. വിധിയുടെ ബലിമൃഗങ്ങളാകുന്ന മനുഷ്യരുടെ ഓരോ അവസ്ഥകൾ അവരെ കൊണ്ട് എന്തെല്ലാമാ ചെയ്യിക്കുന്നേ. ഡോക്ടറെ, അയാളെ സഹായിക്കണം കേട്ടോ. ഡോക്ടറോട് മന്ത്രിക്കുമ്പോ അത് സമ്മതിച്ചതുപോലെ ഡോക്ടർ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. ഒരു നെടുവീർപ്പോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഐബിനും കൂട്ടരും അവരുടെ കാറിനടുത്ത് നിൽക്കുന്നത് കണ്ടു. അവനെ കണ്ടതും അനു പടികൾ ചാടി ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോയി. അവൾ തന്റെ സന്തോഷവും സങ്കടവും അവനോട് പറഞ്ഞു തീർക്കുകയാണെന്ന് തോന്നുന്നു. അവനിടയ്ക്ക് അവളുടെ മുടിയിൽ തലോടുന്നത് ഇവിടെ നിന്നും കാണാം. വക്കീൽ സാർ പറഞ്ഞതുപോലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞതും 1 മണിക്കൂറിനുള്ളിൽ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഡോക്ടർക്ക് ജാമ്യം അനുവദിച്ചു. 2 ദിവസത്തിന് ശേഷം കോടതി കൂടുമ്പോൾ ബാക്കി നടപടികൾ സ്വീകരിക്കാമെന്നും
ഡോക്ടർക്കെതിരെ അത്തരമൊരു കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ച ഡോക്ടർ വിൻസെന്റിനെതിരെ കേസെടുക്കാനും മജിസ്ട്രേറ്റ് ശുപാർശ ചെയ്തു. കാര്യങ്ങളെല്ലാം ശുഭമായി അവസാനിച്ചതിന്റെ സന്തോഷത്തോടെ അവിടെ നിന്നും നേരെ പാലക്കാട്ടേക്ക് പോകാമെന്ന് ഗോപിയച്ചൻ പറഞ്ഞത് എല്ലാവരും ശരിവെക്കുകയും ചെയ്തു. വക്കീൽ സാറിനെ പറഞ്ഞയച്ചിട്ട് എല്ലാവരും ഉത്സാഹത്തോടെ കാറുകളിലേക്ക് കയറുകയായിരുന്നു. അതിനിടയിലാ ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ടത്. അതെ, എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയട്ടെ. ഇനി എന്ത് എന്നായിരുന്നു തിരിഞ്ഞു നിന്ന എല്ലാവരുടെയും മുഖത്ത്. ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് ആദ്യം നേരെ പോയ വിൻസെന്റ് ഡോക്ടറിനെ തന്നെ അങ്ങയുടെ മകന്റെ കല്യാണത്തിന് ക്ഷണിച്ചാലോ? അനു ഐബിന്റെ അടുത്തായിരുന്നത് കൊണ്ട് ഏട്ടന്റെ ആ വട്ട് കേട്ടില്ല. അമ്മയും അച്ഛനും ഇവനിത് എന്തോന്ന് തേങ്ങയാ പറയുന്നേ എന്ന ഭാവത്തിൽ പരസ്പരം നോക്കി. ഞങ്ങൾ വരും മുന്നേ പോലീസുകാരിൽ ആരെങ്കിലും ഇങ്ങരുടെ തലക്കിട്ട് ലാത്തി കൊണ്ട് കുത്തിയോ എന്നതായിരുന്നു എന്റെ സംശയം. നീ ഇതെന്തോന്ന് ആരുട്ടായി പറയുന്നേ? കല്യാണത്തിന്റെ ഡേറ്റ് പോലും നോക്കിയിട്ടില്ല. നിശ്ചയം കഴിഞ്ഞിട്ട് നോക്കാമെന്നല്ലേ നമ്മൾ അന്ന് സംസാരിച്ചത്. ഡോക്ടറുടെ ആ അഭിപ്രായം അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന മട്ടിൽ ഗോപിയച്ചൻ മുഖം ചുളിച്ചു. അമ്മയും അതത്ര ദഹിക്കാത്ത പോലെയാ നിൽപ്പ്. ഡേറ്റ് തീരുമാനിക്കുക എന്നതൊക്കെ ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യം വല്ലതുമാണോ? അമ്മ അവളുടെ ജാതകം എടുത്തിട്ടില്ലേ? ഉവ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാം. പിന്നെ അവൻ ജനിച്ച സമയം അവന്റെ ചേച്ചിയെ വിളിച്ചും ചോദിക്കാം. അത്രയും മതി. കൃഷ്ണ പണിക്കര് നല്ലൊരു സമയം കുറിച്ചു തരും. അടുത്ത ദിവസം വല്ലതും കിട്ടുകയെന്നേ തറവാട്ടുമുറ്റത്തിട്ട പന്തുലൊഴിക്കണ്ട. ഡോക്ടർ ഫുൾ ചാർജായി നിൽക്കുക. ഇങ്ങനെ വിൻസെന്റിനെ കരണ്ട് അടുപ്പിച്ചിട്ട് അടങ്ങുമെന്ന് തോന്നുന്നു. പാലക്കാട് വെച്ച് കല്യാണം നടത്താനോ? അത് പറ്റില്ല. എന്റെ ഫ്രണ്ട്സിനൊന്നും അങ്ങോട്ട് വരാൻ പറ്റില്ല. കേട്ടതേ അമ്മ ഉടക്കി. അത് മാത്രമല്ല ആരൂട്ട, നമ്മുടെ ഹോസ്പിറ്റലിലെ ആൾക്കാരെയും ബാക്കി പരിചയക്കാരെയും ഒക്കെ വിളിക്കണ്ടേ? പാലക്കാട് വെച്ച് നടത്തിയ അതൊന്നും നടക്കില്ല. അച്ഛനും എതിർത്തതോടെ പാവൻ ഡോക്ടർ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ എന്റെ നേരെ നോക്കി. ഒന്ന് സപ്പോർട്ട് ചെയ്യടാ പാറൂട്ടി എന്ന് ആ കണ്ണുകൾ പറയുന്നു. നമുക്കേ കല്യാണം പാലക്കാട് വെച്ചും റിസപ്ഷൻ ഇവിടെ വെച്ച് നടത്തിയ പോരെ? ആദ്യമായിട്ടാ വീട്ടിലെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടപ്പെടുമോ എന്ന് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടറുടെ മുഖം തെളിഞ്ഞു. അത് മതി. ഇപ്പോ ആ പ്രോബ്ലം അങ്ങ് സോൾവ് ആയില്ലേ? താങ്ക് യു പാറൂട്ടിയെ. അഭിപ്രായം വന്നത് എന്റെ അടുത്തുനിന്നായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നീട് ഒന്നും പറയാതെ അച്ഛനും അമ്മയും പരസ്പരം നോക്കി നിൽപ്പുണ്ട്. പാലക്കാട് വെച്ച് കല്യാണം നടത്താമെന്ന് ഞാൻ പറഞ്ഞതേ വേറൊന്നും കൊണ്ടല്ല. ഇവിടെ വെച്ചായാലും വിൻസെന്റ് എന്തേലും ഇടങ്കൂലിടാൻ സാധ്യതയുണ്ട്. അവിടെയാകുമ്പോ നമ്മുടെ നട്ടവുമല്ലേ, അങ്ങേരി കയറി കളിക്കില്ല. അമ്മ ജാതകം ഇങ്ങന്നേ. ഡോക്ടർ കൈ നീട്ടിയതോടെ കൂടുതലൊന്നും പറയാതെ അമ്മ ബാഗിൽ നിന്ന് മനുവിന്റെ ജാതകം എടുത്തു കൊടുത്തു. അപ്പോഴേക്കും ഐബിനും മനുവും അടുത്തേക്ക് വന്നു. എന്താ പ്രശ്നം? എത്തിയ പാടെ അവൾ എന്നോടാ ചോദിച്ചത്. ഡോക്ടർക്ക് ഐബിന്റെ അപ്പനെ നേരിട്ട് പോയി കല്യാണം വിളിക്കണമെന്ന് അവളുടെ ചെവിട്ടിലാ പറഞ്ഞത്. കേട്ട പാടെ അവൾ കണ്ണും വീഴ്ച ഡോക്ടറെ നോക്കി. അങ്ങേരെ അവളുടെ ജാതകത്തിന്റെ ഫോട്ടോ എടുത്ത് ആ പണിക്കരുടെ നമ്പറിലേക്കാണെന്ന് തോന്നുന്നു അയക്കാനുള്ള ബന്ധപ്പാടില്ല. അത് അയച്ചു കഴിഞ്ഞതും അങ്ങേര് ഐബിന് നേരെ തിരിഞ്ഞു. ഐബിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? ജനന തീയതിയും സമയവും അവൻ അറിയാമായിരുന്നത് കൊണ്ട് അവന്റെ ചേച്ചിയെ വിളിക്കേണ്ടി വന്നില്ല. അതും പണിക്കർക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങേര് വിജയിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും ഒന്ന് നോക്കി. ഇപ്പൊ വരും കല്യാണത്തിനുള്ള മുഹൂർത്തം. അത് കിട്ടിയാൽ ഉടനെ ഹൈബിനെ ഞങ്ങൾ നിന്റെ വീട്ടിൽ പോയി നിന്റെ അപ്പച്ചനെ കല്യാണം ക്ഷണിക്കാൻ പോവുകയാ. അയ്യോ ഏട്ടാ, അതിന് അപ്പച്ചൻ വീട്ടിലില്ല, അങ്ങേര് മുങ്ങി. കാറ്റ് പോയ ബലൂൺ പോലെ ഡോക്ടറുടെ മുഖം അങ്ങ് ചൊട്ടിപ്പോയി. കേസിന്റെ ഗതി അങ്ങേരുടെ നേരെ വരുമെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു. ആൾ എങ്ങോട്ട് പോയെന്നറിയില്ല. ചേച്ചി ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. നല്ല തിളച്ചു വരുന്ന പായസത്തിനകത്തേക്ക് ഉപ്പിന്റെ കലം മറിഞ്ഞത് കണ്ടതുപോലെ മുഖവും ചുളുക്കി ഡോക്ടർ കാറിലേക്ക് ചാരി നിന്ന് നെടുവീർപ്പിട്ടു. പാവം തോന്നി. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എല്ലാം ചീറ്റി. അല്ലെങ്കിലും ഡോക്ടറെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അമ്മാതിരി പണിയല്ല വിൻസെന്റ് എപ്പിയും കാട്ടി. നേരിട്ട് പോയി കല്യാണം വിളിച്ചാൽ മാത്രം പോരായിരുന്നു, രണ്ട് പറയുക കൂടി വേണമായിരുന്നു. ആ പോട്ടെ, ഇനി അവസരം വരും. ഡോക്ടറുടെ കൈ എടുത്ത് പിടിച്ച് ഞാനും ഉണ്ട് കൂടെ എന്ന് ഉറപ്പ് നൽകും പോലെ ആ കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചു. ആ കൃത്യസമയത്ത് ഡോക്ടറുടെ ഫോണും ബെല്ലടിച്ചു. പണിക്കര പറഞ്ഞുകൊണ്ടാ ഡോക്ടർ ഫോൺ എടുത്തത്. അയാളോട് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാവരും ആകാംക്ഷയോടെ ആ മുഖത്തേക്ക് നോക്കി നിൽപ്പ.
നാളത്തെ നിശ്ചയം കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞ് കല്യാണം. ബുധനാഴ്ചയോ? ഗോപിയച്ചൻ ആശ്ചര്യത്തോടെ അമ്മയെ നോക്കുന്നു. അതെ, ബുധനാഴ്ച. ഈടാ, അപ്പോ കല്യാണത്തിന് ആൾക്കാരൊക്കെ വിളിക്കണ്ടേ? പിന്നെ ഡ്രസ്സ് എടുക്കണം, കുറച്ചുകൂടി സ്വർണം വാങ്ങണം, സദ്യയുടെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്യണം. ഇതെല്ലാം കൂടി 3 ദിവസം കൊണ്ട് എങ്ങനെ നടക്കാനാ? ഒന്നും നിങ്ങൾ അറിയണ്ട, എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഡോക്ടർ നെഞ്ചും വിരിച്ച് നിൽപ്പ. വേണ്ടി വന്നാൽ കലവറയിൽ കയറി ഇങ്ങേരി ചോറും പായസവും വരെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. കെട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ചോദ്യം അനുവിന്റെയും ഐബിന്റെയും നേർക്ക. എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങളിത് ഇന്നേ റെഡിയാ. അനുവാണ്, അവൾ ഏട്ടന്റെ അനിയത്തി തന്നെ എന്ന് തെളിയിച്ചു. എന്നാൽ നീ സമയം കളയണ്ട, എല്ലാവരും കാറിലേക്ക് കയറിക്കോ. നേരെ പാലക്കാട്ടേക്ക്. നമ്മുടെ വിൻസെന്റ് ഡോക്ടറിനുള്ള ചായയും പരിപ്പോടയും ഞാൻ മെസ്സേജ് ആയിട്ട് അയച്ചേക്കാം. കാറിന്റെ ഡോർ തുറന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറുന്നതിനിടയിൽ ഡോക്ടർ പറഞ്ഞത് കേട്ട് ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന മട്ടിൽ അമ്മ നിന്ന് തലയാട്ടി. പാലക്കാട്ട് എത്തിയപ്പോ വൈകുന്നേരം 5 മണി കഴിഞ്ഞിരുന്നു. ഉച്ചയോടെ എത്തുമെന്ന് പറഞ്ഞിരുന്ന ഞങ്ങളെ കാണാതായതോടെ ഇടയ്ക്ക് വഴിയിൽ വെച്ച് അച്ഛനും ഡോക്ടറുടെ അമ്മാവനും വിളിച്ചിരുന്നു. കാര്യങ്ങൾ പറയാതിരുന്നതിന് അമ്മാവൻ ഗോപിയച്ചനോട് അല്പം പരിഭവിച്ചെങ്കിലും പ്രശ്നങ്ങളൊന്നും കൂടാതെ പോരാൻ പറ്റിയല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു അച്ഛന്. നാട്ടിൽ നിന്നും ശാരദേച്ചിയും കുടുംബവും എത്തിയിട്ടുണ്ടെന്നും അച്ഛൻ പറഞ്ഞു. അച്ചാച്ചന്റെ അനിയന്റെ മകന്റെ മകളാ ഈ ശാരദേച്ചി. പറയാനായി അച്ഛൻ ആകപ്പാടെ ഉള്ളൊരു ബന്ധം. ആദ്യം നേരെ ഡോക്ടറുടെ തറവാട്ടിലേക്കാ പോയത്. ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പന്തലിൽ തന്നെ കാണാം അതിന്റെ ഒരു ബഹളം. ഒരു വശത്ത് വിഷ്ണുവും അവന്റെ കൂട്ടുകാരും ഇരിപ്പുണ്ട്. അവർക്ക് ചായ കൊടുക്കുന്ന നിമിഷേച്ചിയുടെ കയ്യിൽ തൂങ്ങി നിൽക്കുന്ന അക്കുവിനെ കണ്ട് അത്ഭുതവും സന്തോഷവും തോന്നി. ഒറ്റൊരു പരിഭവവും. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ഡോക്ടർ പോലും പറഞ്ഞിരുന്നില്ലെന്നേ. നിമിഷേച്ചിയെ നേരത്തെ പരിചയമുള്ളതുപോലെയാ അവന്റെ നിൽപ്പ്. ദേ, നമ്മുടെ അക്കുവും വന്നോ? അനുവിന്റെ ആശ്ചര്യം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അവളും അവൻ വരുന്ന കാര്യം അറിഞ്ഞിട്ടില്ലെന്ന്. പുരികങ്ങൾ ചുളുക്കി പരിഭവത്തോടെയാ ഡോക്ടറെ നോക്കിയത്. സോറി പാറുട്ടി, അവിടുത്തെ അഡ്മിൻ മാനേജറെ നിന്നെ അറിയിക്കാതെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അവന്റെ അഡോപ്ഷൻ പേപ്പറുകൾ ഏകദേശം ശരിയായ കാര്യം നീ അറിഞ്ഞിട്ടുണ്ടല്ലോ. എന്നാലും ഒരു വാക്ക് പറയായിരുന്നു ഡോക്ടറെ. ഇവനെങ്ങനെ എവിടെ എത്തി? അവന് നമ്മുടെ ലാവണ്യ കൊണ്ടുവന്നത്. അവൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെന്നേ. അപ്പോ അതാ അവന് നിമിഷേച്ചിയെ പരിചയം. ലാവണ്യ സ്നേഹാലയത്തിലെ അസിസ്റ്റന്റ് മാനേജരാ. ഡോക്ടറുടെ ശബ്ദം കേട്ടതും അക്കു തല വെട്ടി തിരിച്ചു നോക്കി. ഞങ്ങളെ കണ്ടതും അവൻ നിമിഷേച്ചിയുടെ കൈ വിടുവിച്ച് കൈകൾ വിടർത്തിപ്പിടിച്ച് ഓടി വന്നു. എടുക്കാനാ? ആള് നേരെ ഓടി എന്റെ മുന്നിൽ വന്ന കൈകൾ നീട്ടിയത്. അവനെ എടുത്ത് ഒക്കത്തേക്ക് ഇരുത്തി കൊഞ്ചിക്കുന്നതിനിടയിൽ നിമിഷേച്ചി അടുത്തേക്ക് വന്നു. ചേച്ചിയെ വിട്ട് അവൻ എന്റെ അടുത്തേക്ക് വന്നതിന്റെ പരിഭവം കാണൂ എന്നാ ഞാൻ കരുതിയത്. അവൻ ഇത്രയും നേരം ഞാൻ മതിയായിരുന്നു. ഇപ്പോ ആമയെ കണ്ടപ്പോ വേറെ ആരെയും വേണ്ട, അല്ലേടാ കള്ള? അവന്റെ കവിളിൽ കിള്ളിക്കൊണ്ട് ചേച്ചി അവനെ കൊഞ്ചിക്കുന്നത് കണ്ടപ്പോഴാ സമാധാനമായത്. അവൻ കണ്ണുകൾ ചിമ്മി കുസൃതി ചിരി ചിരിച്ചു. ആളുടെ മാസ്റ്റർ പീസാ ആളെ മയക്കുന്ന ആ ചിരി. അവനെയും എടുത്തുകൊണ്ട് മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ അകത്തേക്ക് കയറുമ്പോ ഡോക്ടർ ആരെയൊക്കെയോ വിളിച്ച് ബുധനാഴ്ചത്തെ കല്യാണത്തിന്റെ കാര്യങ്ങൾ കൂടി അറേഞ്ച് ചെയ്യുകയായിരുന്നു. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നത് കൂടാതെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.